പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഇല്ല ഇല്ല എന്ത് നാണം വരുന്നത്? ഇനി ആ ചോദ്യം വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തി. ആയിക്കോട്ടെ, അങ്ങനെ അല്ലേ? ഇവിടെ എത്തി. പഠിപ്പ് ഭയങ്കര കൂടുതലായിട്ട് മാർക്ക് കാര്യമാണല്ലോ. തോറ്റിട്ടല്ല. നിങ്ങൾ ചിന്തിച്ചോ? നീ ഒന്ന് ചോദിക്കുക അവന്റെ അടുത്ത്. പക്ഷെ അവനുള്ളത് പറഞ്ഞോ. അതെ 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 അതെ, അവനൊന്നും ഒളിച്ചു വെച്ചില്ല. ഇല്ല ഏടാ ഇത് പ്രശ്നമാണ്. അതിനു വേണ്ടിട്ട് ഇവരാണെന്നറിയാമോ വിട്ടോട്ടാ നേരെ മറ്റേ ഗ്യാങ്ങിലേക്ക് പൊക്കോ. തോട്ടിലൊരു വിഷയം. എനിക്ക് വലിയ ക്യാമ്പസ് ലൈഫ് ഒന്നും കിട്ടിയിട്ടില്ല. 2018 വെള്ളപ്പൊക്കം വന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ. 2019 ഉണ്ടായിരുന്നു. 2020 കൊറോണ വന്നു. ഓ എന്റെ ഒരു കഷ്ടകാലം ആലോചിച്ചേക്ക്. അങ്ങനെ നിന്റെ വർഷങ്ങൾ അങ്ങനെ പോയി. ഞങ്ങളാണ് ആദ്യം ഓൺലൈൻ ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ജനറേഷൻ. ഞങ്ങൾക്ക് തൊട്ട് ആദ്യത്തെ 2 ഇയർ, ഫസ്റ്റ് ഇയർ എങ്ങനെയാണ് കയറുന്നത്, റാങ്കിങ് നമുക്ക് മാക്സിമം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കോളേജിൽ ഓണം വൈബില്ല, ഒരു സാധനമില്ല. ഗൂഗിൾ മീറ്റിൽ കൂടെ പ്രസന്റ് സാർ പറഞ്ഞ എനിക്ക് ഇത്ര നാള് ലിൻഡപ്പൻ എന്ന് വിളിച്ചോണ്ടിരുന്ന തന്നിരുന്നല്ലേ, ഇപ്പൊ ചെറുതെന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ ചോദിച്ചൊന്നുമില്ല. അത് ട്രെയിലർ സിനിമയിൽ അഭിനയിച്ചെന്ന് ചോദിച്ചു. അപ്പം മൊത്തം മൂളിയില്ല. ഉമ്മ എൻ്റെ ഉമ്മ ഒരാഴ്ച മിണ്ടിയില്ല. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 5 അതിഥികൾ, 5 പേർക്കും സ്വാഗതം. അങ്ങ് പൊളിക്കാൻ തീരുമാനിച്ചോണോ മൊത്തത്തിൽ? വിളിക്കണം. അപ്പോൾ ഡെർബി എന്താണ് ഡെർബി പറയുന്നത്? ഒരു കോളേജ് ബേസ്ഡ് സിനിമയാണ് ഡെർബി. ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഈ പറയുന്ന പോലെ 2 ഗ്രൂപ്പുകൾ തമ്മിൽ, ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയർ, അങ്ങനെ 3 ഇയേഴ്സാണല്ലോ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ 2 ഇയേഴ്സ് തമ്മിലുള്ള പ്രശ്നമാണ് ഡെർബി എന്ന് പറയുന്ന സിനിമ പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിപ്പോൾ വളരെ കുറച്ച് പേര് നമ്മൾ ഇൻ്റർവ്യൂവിലുള്ളൂ. പക്ഷേ നമ്മുടെ വേറെ ഒരു ക്യാമ്പസ് മൊത്തം കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു എനിക്ക്. അത്രയും ആളുകൾ, അത്രയും ആർട്ടിസ്റ്റുകളും ഇതിനകത്ത്. അതല്ലേ? പക്ഷെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ആ ഗ്രൂപ്പാണ് അല്ലേ? വളരെ രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമ്പസ് ജീവിതം, നമ്മുടെ സ്കൂൾ ജീവിതം, അത് എത്ര കണക്റ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത്? ഈ പടം ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് കണക്റ്റായി. കാരണം ഈ പടത്തിലുള്ള പോലെയൊക്കെ തന്നെ അത്യാവശ്യം കോളേജിൽ പ്രണയമൊക്കെ അങ്ങനെയായിരുന്നു. പ്രണയം ഉണ്ടായിരുന്നു. ജീവിതത്തിലെ പ്രണയമൊക്കെ അങ്ങനെയായിരുന്നു. ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അല്ല, ഉള്ളതാ. ഇതിനകത്ത് ഒത്തിരി ഉണ്ടോ? ഇതിനകത്ത് 1-2 ഒക്കെ ഉണ്ട്. ജീവിതത്തിൽ എത്ര ഉണ്ടായിരുന്നു? അത്ര തന്നെ 1-2 ഒക്കെ രണ്ടും എങ്ങനെയാ മുന്നോട്ട് കൊണ്ടായിരുന്നു? ഇല്ല, 2 പോയ കയ്യിൽ പോയോ? പോയി. സത്യം പറഞ്ഞ ഇല്ല, പോയി. ആരാ കളഞ്ഞത്? നമ്മൾ കളഞ്ഞു? കളഞ്ഞല്ല, അത് കോളേജൊക്കെ കഴിയുമ്പോൾ അങ്ങനെ അവിടേക്ക് പോവുമല്ലോ. അങ്ങനെ. അപ്പൊ ആ പ്രണയം ഇവിടുത്തെ പ്രണയമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ പ്രണയമായിട്ട് സിനിമയിൽ വന്നപ്പോ രസമായിരുന്നു. ആ പ്രണയം ഓർമ്മ വന്നിട്ട് എന്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ ഇട്ടിട്ടുണ്ട്? ഡയറക്റ്റ് അങ്ങനെ ഒന്നും കയ്യിൽ നിന്ന് ഇടാനായിട്ട് സമ്മതിച്ചിട്ടില്ല. ഡയറക്ടർ പറഞ്ഞ പരിപാടി ചെയ്തു. അങ്ങനെ അല്ല, അതായിട്ട് അങ്ങനെ കണക്ഷൻ തോന്നിയിട്ടില്ല. ആ പ്രണയ സമയത്ത് മഴയത്ത് കുട ചൂടിയൊക്കെ നടന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇതിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അതെ അല്ലേ? പക്ഷെ അല്ലാത്ത വേറെ കുറെ ഇൻസിഡൻസ് ഒക്കെ ഈ സിനിമയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഏതാണ്? കോളേജിൽ ഈ പറയുന്ന പോലെ ആർട്സിന് പരിപാടി നടത്തുന്നതും വോളണ്ടിയർ ഒക്കെ ആയിരുന്നു. ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു പഠിച്ച കോളേജിൽ. പഠിച്ചപ്പോഴും അങ്ങനെയായിരുന്നു? പഠിച്ച കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ കുറെ കണക്ട് ചെയ്യാൻ പറ്റി. മൊത്തത്തിൽ നമ്മുടെ ജീവിതവുമായിട്ട് കുറച്ച് കണക്ട് ചെയ്ത് പോകാൻ പറ്റി. കുറച്ച് പ്രണയത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു ചെറിയ നിരാശ ഉണ്ടായിരുന്നു ജീവിതത്തിൽ, കോളേജില്. ആ പെൺകുട്ടിയെ പിന്നെ അന്വേഷിക്കാറുണ്ടോ? ഇല്ല. എന്ത് നാണം വരുന്നത്? കഴിഞ്ഞു ആ മൈൻഡിലായിപ്പോ നിങ്ങൾ. പക്ഷെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ കോളേജ് ജീവിതവും എല്ലാം കൂടെ പുറത്തിണക്കിയ ഒരു സിനിമ. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് അല്ലേ? ഷൂട്ടിംഗ് സമയത്ത് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്തായിരിക്കും? മറക്കാൻ പറ്റാത്ത ഓർമ്മ ഞങ്ങളൊരു 5 പേര് അല്ല, ഞങ്ങൾ 5-6 പേര് ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു.
അപ്പൊ അവിടെ ട്രെയിലറിലും അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ആ നിങ്ങൾ കിടക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്, ഓടി വന്ന് കിടക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പടം തുടങ്ങുന്ന സമയത്ത് ഒരു വീട് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പുറത്ത് ഹോട്ടലിലായിരിക്കും. അപ്പോൾ ഒരു വീട് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു പ്രൊഡ്യൂസർ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വീട് വിട്ടിട്ട് നമ്മൾ ദൂരെ പഠിക്കാൻ പോയിട്ട് അവിടെ ഒരു ഹോസ്റ്റലോ അല്ലെങ്കിൽ വീടെടുത്ത് താമസിക്കില്ല, സെയിം ആ ഒരു ഫീലായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായത് ഒരു ഏകദേശം 58 ദിവസം മറക്കാൻ പറ്റില്ല. ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസ്, ഓരോ ദിവസം ഓരോ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. ഇത്രയും ഉണ്ടല്ലോ ഓർത്തെടുക്കാൻ അല്ലേ? ത്രൂ ആദ്യമായിട്ട് ഒരു സിനിമ, ഫുൾ ഒരു സിനിമയായിട്ട് ഒരു നായികയായിട്ട് അങ്ങ് എത്തുവാണ് അല്ലേ? നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഒത്തിരി സ്വപ്നങ്ങളായിരുന്നു ഇതൊക്കെ അല്ലേ? നമ്മളൊരു ഡാൻസർ റീലുമായിട്ട് നിന്ന ആള് ഇപ്പോൾ പല സിനിമകളായി, പക്ഷേ ഇതിലൊരു നായികയായിട്ട് സിനിമയിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? നമുക്ക് ഇത്ര ഒരു വേഷം, നമ്മളൊരു നായിക എന്ന് പറയുമ്പോൾ നമുക്ക് റെസ്പോൺസ് കൂടുതലാണ് അല്ലേ? മറ്റ് സപ്പോർട്ടിങ് ചെയ്യുന്നവല്ല, ഭയങ്കര റെസ്പോൺസ് ആയിരിക്കും. എങ്ങനെയാണ് ഇത് ഏറ്റെടുത്തത്? പറഞ്ഞ മാതിരി നമ്മളാണ് ഇതിലെ മെയിൻ. അപ്പോൾ നമുക്കിതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും കൂടുതലായിരിക്കും. ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പ്രൊജക്റ്റിലേക്ക് എത്തിയതാണ്. ഇവർ ഓൾറെഡി ഷൂട്ട് തുടങ്ങി നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് പടത്തിൽ. ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റും ഞാനായിരുന്നു തോന്നുന്നു. ഈ പടത്തിൻ്റെ എഡിറ്റർ ജെറിൻ ചേട്ടനാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അറിയുന്നില്ല, ഞാനിതൊന്നും അറിയുന്നില്ല. അപ്പോൾ അതിൻ്റെ പേര് പിന്നെ സജിലിക്ക് നമ്മുടെ ഡയറക്ടറും DOPയും അവർ ഓക്കെ ആയതിനു ശേഷമാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തന്നെ കഥ കേട്ടിട്ട് കഥ ഒരു 2 മണിക്കൂർ എടുത്ത് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു 50 ദിവസത്തേക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്ത് ഇന്ന് വൈകുന്നേരം തന്നെ പോകുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അന്ന് വൈകിട്ട് തന്നെ അവിടെ ചെന്നു. നെക്സ്റ്റ് ഡേ ഈവനിങ് തന്നെ ഷൂട്ടും തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് നായികനെ അവർക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നതുകൊണ്ട് അവിടെ ആ ഭാഗ്യം എനിക്കായിരിക്കും. അങ്ങനെ എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് കാസ്റ്റ് ചെയ്തതെന്നോ എനിക്കറിയില്ല. ഇവർ കുറേ പേരെ നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഷൂട്ട് ഞാൻ പറഞ്ഞല്ലോ തുടങ്ങിയതിന് ശേഷമാണ് മാറ്റിയത്. അപ്പോൾ ഇവർ എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ 2 പേർക്കും ഒരുപോലെ ഓക്കെ ആയതുകൊണ്ട് അപ്രോച്ച് ചെയ്തത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. പിന്നെയൊന്ന് ചോദിക്കണം. ചോദിക്കണം. എല്ലാവരുമായിട്ട് ഒരുമിച്ചുള്ള ലൊക്കേഷൻ. എനിക്കങ്ങനെ ഒരു അടിപൊളി കോളേജ് ലൈഫൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ കോളേജ് ലൈഫ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഈ സിനിമയിലാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു യൂണിറ്റി, കോളേജ് ലൈഫ് എന്താണ്, എല്ലാ ഇവൻസും എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ കോളേജ് ഡേ ആയാലും ഫ്രഷേഴ്സ് ആണെങ്കിലും അപ്പം എല്ലാം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഫസ്റ്റ് ഇയർ തൊട്ട് 3rd ഇയർ വരെ അങ്ങനെ ജീവിക്കുകയായിരുന്നു. ഒരു രസമായിരുന്നു അല്ലേ? അടിപൊളിയാണ്. പേര് പറഞ്ഞില്ല. സൂപ്പർ. ഞാൻ സിനിമയിലെ കാര്യം പറഞ്ഞു. അതുമല്ലേ ഞാൻ ചോദിച്ച ട്രെയിലറിൽ അങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഹരി ചോദിക്കുന്നില്ലേ? പേര് പറഞ്ഞില്ലല്ലോ. അത്രയൊന്നും പോയില്ല അല്ലേ? ഞാൻ അതിൽ നിന്നാണ് പിടിച്ചത്. അങ്ങനെയാണല്ലോ നമ്മൾ ട്രെയിലറിൽ കാണുന്നത് അല്ലേ? ഈ സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളായിരുന്നു. സിനിമ എന്നൊരു സ്വപ്നമായിട്ട് നമ്മളിപ്പോൾ 2 സിനിമകളിലൊക്കെ അഭിനയിച്ചു. ഇതിലേക്ക് എത്തുമ്പോൾ മറ്റ് സിനിമകൾ കണ്ടിട്ടാണ് ഇതിലേക്ക് വിളിച്ചത്. എങ്ങനെയാണ് ഇതിലേക്ക് വിളിക്കാനുള്ള കാരണം? ഇതിൽ തന്നെ പ്രേമലു കണ്ടിട്ട് റൈറ്റേഴ്സാണ് സജസ്റ്റ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ ജെറിൻ വഴി കോൺടാക്ട് ചെയ്ത് ഗിരീഷേട്ടനാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞു. കഥ കേട്ടിട്ട് എനിക്ക് ഇഷ്ടമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഉറക്കത്തിലാണ് കേട്ടത്. അപ്പോൾ ആദ്യം മുക്കാലും ഞാൻ എന്തായാലും അത് കഴിഞ്ഞ് 2ാമത് വിളിച്ച് എന്താ പറഞ്ഞത് പടം ഓക്കെ, അത് ക്ലിയർ ആയിട്ടാണ്. പിന്നെ കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു. ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറാണ്. പ്രേമലുവിലായാലും ഞാൻ ഫസ്റ്റ് കുറച്ച് വന്നു, പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടറായിരുന്നു. ഞാൻ ത്രൂ ഔട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അകത്താണ്. മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. അതെ അതെ. മറ്റേത് വലിയൊരു ടീമിന്റെ കൂടെ വന്നിട്ട് ഇത് വേറൊരു ടൈപ്പ് ടീമാണ്. വേറൊരു ടൈപ്പ് സിനിമയിൽ നിന്ന് വന്നിട്ട് വേറെ സിനിമയിലേക്കാണ് വരുന്നത്. ആ 2 എക്സ്പീരിയൻസ് ഉള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. മറ്റേത് ഈ പറഞ്ഞ പോലെ ഒരു വലിയ ക്രൂ ആണ്. അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലിയ ടീമായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പം അതെനിക്ക് നല്ല ടെൻഷനായിരുന്നു. എനിക്കിപ്പോൾ ഗിരീഷനോടായാലും ടേക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കാനൊക്കെ പേടി. എനിക്ക് മനസ്സിലാവണുണ്ടാവില്ലായിരുന്നു. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഗിരീഷൻ്റെ അടുത്ത് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ, എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പേസ്. ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് എനിക്കിങ്ങനെ കോളേജിൽ ഇതിൻ്റെ അകത്ത് പിന്നെ എനിക്ക് ഫുൾ റൊമാൻസ് ആണ് ഹരിയായിട്ട്. അതായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ റൊമാൻസ് ആയിരുന്നു, ഫുൾ റൊമാൻസ് ആയിരുന്നു. പ്രൈവറ്റ് കോളേജിൽ റൊമാൻസ് ഇല്ലേ? അല്ല, എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയില്ലായിരുന്നു. ഈ രാവിലെ പോകുന്നു, ഉച്ചയ്ക്ക് തിരിച്ചു വരുന്നു, വലിയ കാര്യമായിട്ടൊന്നും ഉച്ചയ്ക്ക് തിരിച്ചു വരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്. ഈ പ്രൈവറ്റ് കോളേജിൽ പോകാനുള്ള കാരണം 10ാം ക്ലാസ് തോറ്റാ? പഠിപ്പ് ഭയങ്കര കൂടുതലായിട്ട് മാർക്ക് തോറ്റിട്ടല്ല.
എല്ലാവരും അല്ലേ അങ്ങനെ നമ്മൾ പ്രൈവറ്റ് കോളേജിൽ പോകുമ്പോൾ മെയിൻ കോളേജ് കിട്ടാൻ ഒന്ന് തോറ്റിട്ട് ഒന്ന് എഴുതിയെടുത്ത് അല്ലേ? അതല്ല, പഠിത്തത്തില് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ എന്ത് പറ്റി? എന്നാ അലോട്ട്മെന്റിന്റെ സമയത്ത് അത്യാവശ്യം ലേറ്റ് ആയപ്പോ പിന്നെ ഞാൻ വെച്ച് വേണ്ട, ടൈം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പോയി അങ്ങനെ ജോയിൻ ചെയ്തു. അങ്ങനെയാണല്ലോ, വേറെ തെറ്റുകാരൊന്നും വേണ്ട. എനിക്ക് തെറ്റിദ്ധരിച്ചാ ഞാൻ തിരിച്ചെടുത്തല്ലോ, കുഴപ്പമില്ല. അപ്പൊ അവിടെ അങ്ങനെ ഒന്നും ഒരു ഉത്സവം പോലെ ഒന്നും കോളേജിൽ ഉണ്ടായില്ല? ഇല്ല, അത് ഇവിടെ വന്നിട്ടാണ്. ഈ കോളേജിൽ വന്നപ്പോഴാണോ, നമ്മുടെ ഡെർബിയുടെ കോളേജിൽ വന്നപ്പോഴാണ് ഇത് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഒരു വില്ലൻ ആയിരുന്നു അതിനകത്ത്? അല്ല, ഞാനോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവരുടെ പോലെ സാധാ ഒരു സ്റ്റുഡന്റ് എന്നുള്ള പരിപാടിയില്. സ്റ്റുഡന്റ്? അതാണല്ലോ കോളേജ് എന്ന് പറയുന്നത്. ഞങ്ങള് കുറെ ഇരുന്നിട്ടുള്ള. അതെ, ഞങ്ങള് ഇന്ന് തുടങ്ങിയല്ല, കുറെ ഇന്റർവ്യൂസ് ഞങ്ങൾ ചെയ്തിട്ടുള്ള. അതെ. അപ്പൊ ഇതിനകത്തൊരു കോളേജ് പയ്യനായിട്ടാണ്? കോളേജ് പയ്യനായിട്ട്. ഏത് ഗ്യാങ്ങിലായിരുന്നു? ഞങ്ങൾ ലാസ്റ്റ് വരുന്ന കുറച്ച് അവിടുന്ന് പഠിച്ചിറങ്ങിയ അങ്ങനത്തെ കുറച്ച് പിള്ളേരാണ്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ഒരു പരിപാടിയായിട്ട് വരുന്നതാണ്. അതിപ്പോൾ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത് നിങ്ങളാണോ? അല്ലല്ലോ അല്ലേ, അത് ഇവിടെ വേറെ ഇവര് ഈ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നില്ലുണ്ടോ? ഉണ്ടല്ലോ, നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കേട്ടോ. ഞാൻ പടത്തിലേക്ക് ഞാൻ പോയിട്ടില്ല, പടത്തിലേക്ക് നമുക്ക് ചോദിക്കാൻ പറ്റുമല്ലോ. പറയാം എന്ത് ലാസ്റ്റ് വരുന്ന അങ്ങനത്തെ കുറച്ച് പരിപാടി. ഇനിയിപ്പോൾ പടം കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട വരുമല്ലേ? പക്ഷെ നല്ല എക്സ്പീരിയൻസ് അല്ലേ, ഒരു നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. എനിക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ക്രൗഡ് ഉണ്ടായിരുന്നു. എല്ലാ പിള്ളേരിൽ നമ്മുടെ പ്രായക്കാർ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് കുറച്ചും കൂടിയും സജിലാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പരിപാടി പറയുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു സജിലിന് എൻ്റെയൊക്കെ ഏജ് തന്നെ ഉണ്ടാവുള്ളൂ, 10-26 വയസ്സൊക്കെ ഉള്ളൂ എന്നാണ് ഇപ്പോഴും. അപ്പോൾ ആ പ്രായത്തിൽ ആൾ അങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് കുറച്ചുകൂടി. പിന്നെ എൻ്റെ പരിപാടി കേട്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. അതിൽ മൊത്തത്തിൽ ഒരു അടിപൊളി ലൊക്കേഷൻ. അതെ, അടിച്ചുപൊളി തന്നെയായിരുന്നു അവിടെ. പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എങ്ങനെ കുഴപ്പമില്ലായിരുന്നു? പഠിച്ചിട്ടില്ലല്ലോ, ക്ലാസ്സിൽ പോയല്ലോ. ഇനി ആ ചോദ്യം വേണ്ട, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഓരോ എക്സ്പീരിയൻസ്. പഠിച്ചിട്ടാണ് എല്ലാവരും ഇവിടെ വരെ എത്തണം. അതെ, തീർച്ചയായിട്ടും. പഠിച്ചെന്ന് വെച്ചാൽ സിനിമ നടനാകാൻ പറ്റുമോ? സിനിമ നടനായാൽ പഠിക്കാനും പറ്റുമോ? രണ്ടും നമ്മള് നമ്മുടെ വഴിക്ക് പോയി. അതന്നെ, നമ്മുടെ വഴിക്ക് പോകുന്നുണ്ട്. വീട്ടിൽ നിന്ന് പറയാറുണ്ടോ എന്തെന്ന്? അല്ല, പഠിക്കുന്ന കാര്യത്തിൽ വീട്ടിൽ നിന്നുള്ള ഉപദേശം എങ്ങനെയായിരുന്നു? പഠിക്കുന്നു പറയായിരുന്നു. നമ്മൾ പഠിക്കില്ല എന്നും പറയും. അതെ, പറ്റുന്നവരൊരിക്കലും പിടിക്കാൻ പാടുള്ളൂ, നമ്മൾ അതിനിട്ട് പോകാനുള്ള. എനിക്ക് എന്റെ പണി അറിയാം, അതോ പഠിക്കുന്നു പറയും, പഠിക്കില്ല എന്ന് പറയും. അതെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തി. ആയിക്കോട്ടെ, അങ്ങനെ അല്ലേ, ഇവിടെ എത്തി. പക്ഷെ എങ്കിലും കോളേജ് ജീവിതം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ജീവിതം കണ്ടിട്ടില്ലേ? അതെ, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളും ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ചും കൂടി എന്താ പറയാ, എനിക്ക് ഗേൾസ് ആയിട്ട് അത്രയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ബോയ്സ് ആയിട്ട് തന്നെയായിരുന്നു അടിച്ചു പൊളിച്ച് നടക്കുന്ന പരിപാടി തന്നെയായിരുന്നു. അതേപോലെ തന്നെ പരിപാടി തന്നെയായിരുന്നു എനിക്ക് ഇതിലും വന്നപ്പോഴും. ഗേൾസ് ആയിട്ട് അങ്ങനെ ഇതൊന്നുമില്ല ഞങ്ങളുടെ ഗ്യാങ്ങില്. ഞങ്ങൾ ബോയ്സ് മാത്രം. പഠിക്കുന്ന സമയത്ത് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്? ബോയ്സ് ആയിട്ട് അല്ല, ഞാൻ പറഞ്ഞ എൻ്റെ നമ്മുടെ ജീവിതത്തിൽ. അതെ, ഞാൻ പറഞ്ഞ എനിക്ക് കൂടുതൽ ആ സമയത്തും കമ്പനി ഉണ്ടായിരുന്നത് ബോയ്സ് ആയിട്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴും ഈ ക്യാരക്ടറും ഏകദേശം അങ്ങനത്തെ ഒരു പരിപാടി തന്നെയായിരുന്നു. അത് ഭയങ്കര സജില് ചെയ്ത് ഭയങ്കര കടുങ്ങയാട്ടെ. ഇവിടെയെങ്കിലും ഗേൾസിന് ഇട്ട് കൊടുക്കും, സജില് മനഃപൂർവ്വം ഇട്ട് കൊടുത്താ. അതെ, സജിലിന്റെ അടുത്ത് ചോദിച്ചില്ല എന്താണ് സജില, നമ്മൾ അവിടെയും ബോയ്സ് ഇവിടെയും ബോയ്സ്? അത് അറിയില്ലല്ലോ അവന് ബോയ്സ് ആണോ നമ്മള് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പറഞ്ഞില്ല. ഇന്റർവ്യൂ കഴിയുമ്പോഴാണ് സജിലിന് മനസ്സിലാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അടുത്തതിൽ ശരിയാക്കി വയ്ക്കോ, ഇതിന്റെ പാർട്ണർ അടുത്തതിന് ശരിയാക്കിയിരിക്കുന്നവൻ. പ്രതീക്ഷ കളഞ്ഞിട്ടില്ലല്ലേ? സമയമുണ്ടല്ലോ, സമയമുണ്ട്. അതെ, ആ സമയത്തിന് നമ്മളെ സജില് ഇനി വിളിക്കുമ്പോ ഗേൾസിന്റെ കൂടെ ഉള്ള ഒരു ക്യാമ്പസ് അങ്ങനെ പിടിക്കണുള്ളൂ. ഇനി നിങ്ങക്ക് ചാൻസ് ഇല്ല കേട്ടോ, ഇനി അതേ പിടിക്കുള്ളൂ കേട്ടോ. നേരെ മറ്റേ ഗ്യാങ്ങിലേക്ക് പൊക്കോ. മനസ്സിലായോ? ഇതൊക്കെ
പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളെ ഒരു പ്രായത്തിലുള്ള ആളുകളെല്ലാവരും അല്ലേ, ഡയറക്റ്റ് ഉൾപ്പെടെ നമുക്ക് ഭയങ്കര വൈബുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ലൊക്കേഷനിൽ കിട്ടുന്നത്. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ സുമതിയോള്, അത് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, വലിയ വലിയ സീനിയേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ് വരുന്നത്, എല്ലാവർക്കും അങ്ങനെ. പക്ഷേ ഇത് നമ്മുടെ ഒപ്പം നിൽക്കുന്ന എല്ലാവരും കൂടെ ഭയങ്കര രസമായിരിക്കും. ലൊക്കേഷൻ എന്നുള്ള കാര്യമാണ്, നമുക്കൊരു മടുപ്പുണ്ടാവില്ല. അതാണ് ഈ ലൊക്കേഷനിൽ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് സിനിമ നന്നാക്കാനും പറ്റും. അതാണല്ലോ ഈ സിനിമയെക്കുറിച്ച് ഞാൻ പഠിച്ചത്, ഈ സിനിമ സൂപ്പർ സിനിമയാണെന്നുള്ളത്. ഇത് നമുക്ക് ഈ വർഷം അടിക്കാൻ പറ്റുന്ന സിനിമ എന്നാണ് ഞാൻ പഠിച്ചത്. ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ കാരണം ഞാൻ ഈ സിനിമ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ സിനിമ ഞാൻ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. ഈ സിനിമ ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. എൻ്റെയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളവരെ കാര്യം എങ്ങനെ, എനിക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. എനിക്കും നമ്മുടെ ജീവിതമൊക്കെ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ കണ്ട് ഇറങ്ങുന്ന ഒരാൾ ആ സിനിമയിലെ ഒരു കഥാപാത്രമായിട്ട് മാറും. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. കൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയാനുള്ള കാരണം, കണ്ടതുകൊണ്ട് മാത്രം. ഇനി പ്രേക്ഷകരാണ്, നമുക്ക് സിനിമ കാണാനൊരു അവസരം കിട്ടിയായിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയുണ്ട്. ഭയങ്കര ഒരു ജില്ല് പോലെ ആയിരുന്നു സിനിമയിലൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെയല്ല അവിടെ, ഈ ഇരിപ്പല്ലായിരുന്നു അവിടെ. ഇല്ല, അതിലും കുറച്ച് ഇവരുടെക്കാളും കുറച്ചുകൂടെ പേടിയുള്ള. അതെ പേടിയുണ്ടായിരുന്നു. ആ പേടി എന്തിനായിരുന്നു എന്നുള്ള സിനിമ കണ്ട ആൾക്കാർ തീരുമാനിക്കട്ടെ അല്ലേ. ഒരു പേടിയാണെങ്കിൽ സൈഡിലൂടെ ഒരു യാത്രയുണ്ട് ആ പേടിക്ക്, ഇല്ലേ? പറയൂ, എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഞാൻ എൻ്റെ ഇതേപോലെ സാഹസം, ഞാൻ ഇതിനു സാഹസമായിരുന്നു സിനിമയാണ്. അപ്പം അത് കണ്ടിട്ട് ഇവിടെ നമ്മുടെ സാഹസത്തിൽ നിന്നുള്ളൊരു വേറെ ഉണ്ടല്ലോ അതിനകത്ത്, ഇല്ല അല്ലേ? ശബരീഷ് ചേട്ടനുണ്ട് സാഹസത്തിൽ. അപ്പോൾ അത് കണ്ടിട്ട് അത് ഇവർക്ക് വർക്കായിട്ട് തന്നെ റൈറ്റേഴ്സ് വിളിക്കുകയായിരുന്നു. ഒരു ദിവസം വിളിച്ച് കഥ പറഞ്ഞ് എനിക്ക് വർക്കായി, നല്ല പടം തോന്നി. ക്യാമ്പസോടെ വർക്ക് ചെയ്യുന്ന ഒരു ആഗ്രഹം പണ്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ക്യാമ്പസോടെ വർക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എവിടെയാണ് പഠിച്ചത്? കോളേജിലാണ് പഠിച്ചത്? ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചത്. ട്രിവാൻഡ്രത്ത് പഠിച്ചല്ലേ? അപ്പോൾ എനിക്ക് വലിയ ക്യാമ്പസ് ലൈഫ് ഒന്നും കിട്ടിയിട്ടില്ല, ചെറിയ ക്യാമ്പസ് ലൈഫ് കിട്ടി. ആകെ കിട്ടണ ഇവന് മാത്രമേ ഉള്ളൂ ക്യാമ്പസിൽ 2 പ്രണയം. നിനക്കൊരു പ്രണയം, പുള്ളിക്ക് 2. അവന് 2 പ്രണയം, ആർട്സ് ക്ലബ് സെക്രട്ടറി, ഏറ്റവും ക്യാമ്പസ് ലൈഫ് കിട്ടിയ ഇവന് മാത്രമേ ഉള്ളൂ. ഇല്ല, എനിക്ക് കിട്ടാത്ത ശരിക്കും പറഞ്ഞാൽ 2018 വെള്ളപ്പൊക്കം വന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ പ്രണയിക്കാൻ സമയം കിട്ടില്ല, കോളയടച്ച് ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ 2019 ഉണ്ടായിരുന്നു. 2020 കൊറോണ വന്നു. ഓ എന്റെ ഒരു കഷ്ടകാലം ആലോചിച്ചേക്ക്. അങ്ങനെ നിന്റെ വർഷങ്ങൾ അങ്ങനെ പോയി. അതിന്റെ ഇടയ്ക്ക് നീ 2 പ്രണയം. ആ ക്യാമ്പസ് ഒരെണ്ണം സ്കൂളിലും ഒരെണ്ണം കോളേജിലും. സ്കൂളിലാ? എത്രാം ക്ലാസ്സിൽ? 3ാം ക്ലാസ്. ചെറുപ്പത്തിൽ ക്രഷ് ഉണ്ടാവില്ല അതുപോലെ. ഞങ്ങളുടെ ബാച്ച് വെള്ളപ്പൊക്കം വരുന്നപ്പോഴായിരുന്നു ഇത് പ്ലസ് ടു അത് കഴിഞ്ഞ് ഞങ്ങള് കോളേജിൽ കയറിയത് കൊറോണയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളാണ് ആദ്യം ഓൺലൈൻ ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ജനറേഷൻ. ഞങ്ങൾക്ക് അതുകൊണ്ട് ആദ്യത്തെ 2 ഇയർ, ഫസ്റ്റ് ഇയർ എങ്ങനെയാണ് കയറുന്നത്, റാഗിങ് എന്ന് നമുക്ക് മാക്സിമം കിട്ടിയിട്ടില്ല. ഞങ്ങൾ കോളേജിൽ സെക്കൻഡ് ഇയറിലേ കയറാം. ആർട്സ് ക്ലബ് ഇനാഗ്രേഷനിൽ ഒന്നുമില്ല അല്ലേ, ഓണം വൈബില്ല, ഒരു സാധനമില്ല. ഗൂഗിൾ മീറ്റിൽ കൂടെ പ്രസന്റ് സാർ പറഞ്ഞ അത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. ഞങ്ങളാണ് അതിന്റെ ആദ്യത്തെ ജനറേഷൻ ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ്സിലുണ്ടായിരുന്നല്ലേ. കോളേജിലേക്ക് എത്തിയപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നു. സ്കൂളിൽ നിങ്ങൾ +2 ആണോ ആ സമയത്ത്? പ്ലസ് ടു ആണ്. എന്നിട്ട് കോളേജിലോട്ട് വന്നപ്പോ കൊറോണയായി. പ്രളയത്തിന് സമയത്ത് പ്ലസ് ടു. പിന്നെ അപ്പൊ ഒത്തിരി ഒരു എക്സ്പീരിയൻസും കിട്ടിയില്ല. ഞാൻ ഇവനെ വരെ ആലോചിക്കും, ഇവൻ ആ 2 വർഷം പോയില്ലായിരുന്നെങ്കിൽ ഇവരെവിടെ എത്തിയിരുന്നല്ലേ. അത് നിങ്ങൾ ചിന്തിച്ചോ? നീ ഒന്ന് ചോദിക്കുക അവൻ്റെ അടുത്ത്. പക്ഷെ അവനുള്ളത് പറഞ്ഞോ. അതെ 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 അതെ, അവനൊന്നും ഒളിച്ചു വെച്ചില്ല. ഒളിച്ചു വെച്ചാൽ ഇതൊക്കെ പുറത്തേക്ക് വരുന്നു തന്നെ. അപ്പൊ ഈ ഇതിലെ കഥാപാത്രം എന്താണ്, പേരെന്താണ് കഥാപാത്രം? എൻ്റെ കഥാപാത്രം യൂസഫ് എന്നാണ്. യൂസഫ് ഒരു ഉമ്മ ഒക്കെ വീട്ടിൽ പറയുന്ന കേട്ട് ജീവിക്കുന്ന സാധാരണ കുടുംബത്തിൽ അല്ലേ, മലപ്പുറത്തെ സാധാരണ കുടുംബത്തില് ഉമ്മ മാത്രമേ ഉള്ളൂ, പാപ്പയില്ല. അങ്ങനെ അവർ പറയുന്ന മാത്രം കേട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇവരോട് വന്നപ്പോൾ ചെറുതായിട്ട് വഷളായി. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇവർക്ക് ആ ക്യാരക്ടറിൻ്റെ അടുത്തുള്ള ഒരു സ്നേഹമാണ് പടത്തിൻ്റെ ഒരു ഇമോഷൻ. അല്ല, ഈ സിനിമയിൽ അങ്ങനെ നമുക്ക് ഇമോഷൻ ഒത്തിരി വർക്കൗട്ട് ആവുന്നുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ മാതാപിതാക്കൾ മക്കളെ പഠിക്കാൻ വിടുമ്പോൾ ഉള്ള ഒരു പേടി, ഒരു സ്വപ്നം,
അവരെന്താകണം എന്നുള്ളൊരു ചിന്താഗതി മാതാപിതാക്കൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും ഈ സിനിമ. ഫാമിലി ആയിട്ട് വന്നുമാണ് ഈ സിനിമ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് മനസ്സിലാകും. നമ്മൾ പല കുട്ടികളും പല സ്ഥലത്തേക്ക് പഠിക്കാൻ വിടും, വീട്ടിലിരുന്നാണല്ലോ രാത്രി ഫോണിൽ വിളിക്കുകയും ചെയ്യും. പക്ഷേ ആ ഒരു ടെൻഷൻ വീട്ടുകാർക്കുണ്ട്. അതൊക്കെ ഈ സിനിമയിൽ പറയുന്നുള്ളതാണ് ഈ സിനിമ പ്രധാനം. വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് പോയി കണ്ടാൽ മാത്രമേ ഈ സിനിമ വർക്കാവുള്ളൂ എനിക്ക് തോന്നുന്നു. ആൾക്കാരുണ്ട്, സെറ്റുള്ള സിനിമയല്ല, എല്ലാവർക്കും വർക്കാവും. ആ ഒരു താങ്കളുടെ ക്യാരക്ടറും അങ്ങനെ ഒരു സാധനമാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ കഥ പറയില്ല, ഞാൻ ചിലപ്പോൾ കഥ പറഞ്ഞു. സാധാരണ ആർട്ടിസ്റ്റുകളാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ വന്നത് കേട്ടോ. അത് വേറൊരു സത്യം. നമുക്ക് ആ ലൊക്കേഷനിൽ ഇപ്പം നേരത്തെ നിങ്ങളെല്ലാം ഒരുമിച്ചൊരു വീട്ടിൽ താമസം, ലൊക്കേഷനിൽ ഇരിക്കുമ്പം പല സംസാരങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിൽ. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയൊരു സംസാരം എന്തായിരിക്കും അവിടെ ഉണ്ടാകും? ഇൻസിഡൻസ് നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കും. നമ്മുടെ എക്സ്പീരിയൻസ് സംസാരിക്കും, നമ്മുടെ ലൈഫ് സംസാരിക്കും, നമ്മുടെ ഇതിലെ കഥാപാത്രങ്ങൾ. അങ്ങനെ ഒരു ഓർമ്മയിലെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ സ്കൂളിൽ നടന്ന ഇൻസിഡൻസ്, ഞങ്ങളെല്ലാവരും പല പല സ്ഥലത്തുനിന്ന്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം, അമീൻ കൊല്ലം, മൂവാറ്റുപുഴ, അങ്ങനെ നാദാപുരം, പല പല സ്ഥലത്ത് നിന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സായിട്ട് അവരുടെ നാട്ടിൽ കിടന്ന സംഭവം, ഓരോ സംഭവങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര രസമായിരുന്നു. പല സ്ഥലത്തുള്ള ആൾക്കാരായിരുന്നു. എനിക്ക് പിന്നെ ഞാൻ ഈ മേലോട്ട് മലപ്പുറം സൈഡിലോട്ടൊന്നും വലുതായിട്ട് പോയിട്ടില്ല. അപ്പോൾ അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഷൂട്ട് നടക്കുന്നത് ഒരുപാട് ആൾക്കാർ ഷൂട്ട് കാണാൻ. ഇവിടെ സാധാരണ കൊച്ചി നടക്കുന്ന വരുന്നല്ലോ, കുറേ ആൾക്കാർ ഷൂട്ട് കാണാൻ വരും. ആൾക്കാരെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കും. അതൊക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ ആദ്യ സിനിമ സാഹസം കഴിഞ്ഞ ശേഷം പിന്നീട് നമ്മൾ അറിയപ്പെടുന്ന ഒരു നടൻ എന്ന നിലയിലാണ്. പുറത്തു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അങ്ങനത്തെ ഒരു നടൻ എന്ന നിലയിലാണ്. അത് എത്രമാത്രം നമുക്ക് പിന്നീട് സിനിമയ്ക്ക് ഒരു താമസം വരുമ്പോൾ അത് ഫീൽ ചെയ്യാറുണ്ട്? ഞാൻ ശരിക്കും ആവേശം ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഒരു ചെറിയ പരിപാടി. അപ്പൊ അതിനുശേഷം സാഹസത്തിൽ നിന്നാണ് ശരിക്കും അതിനുശേഷം നടനാവണം എന്നുള്ളൊരു സിനിമയിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്. എങ്കിലും ഡയറക്ടർ ആവണമെന്നൊക്കെ പണ്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എഡിറ്റർ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട്. ആവേശത്തിൽ അഭിനയിച്ചതിന് ശേഷം ഒരു സ്പാർക്ക് കിട്ടി. അങ്ങനത്തെ ഒരു സാധനം എഡിറ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് ഒരാൾ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മൾട്ടിമീഡിയ ആണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആവശ്യത്തിൽ അഭിനയിച്ചപ്പോഴേക്കും നല്ല രസമുള്ള നടനായ കൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത് വന്ന പടമായിരുന്നു സാഹസം. പിന്നെ താമസമൊന്നും ഉണ്ടായിട്ടില്ല. സാഹസത്തിന്റെ സക്സസ് മീറ്റിനാണ് എന്നെ ഡർബിക്ക് വിളിക്കുന്നത്. സാഹസം കണ്ടപ്പോൾ തന്നെ അടുത്ത പടം സെറ്റായി. ഭാഗ്യമുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കിട്ടുന്ന തന്നെ ഒരു ഭാഗ്യമാണ്. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഈ സിനിമ മേഖലയിലേക്കുള്ള ഒരു സപ്പോർട്ടാണ് ചോദിച്ചത്? വീട്ടിലങ്ങനെ ഒന്നിനും ഫോഴ്സ് ചെയ്യാറില്ല. അതായത് നീ ഇതിന് പോയാൽ മതി, അല്ലെങ്കിൽ നീ ഇത് ചെയ്താൽ ഒന്നും ഫോഴ്സ് ചെയ്യാറില്ല. നിനക്ക് എന്താണ് താല്പര്യം നീ അത് ചെയ്യുക. ഒരു സാധാരണ സ്ഥലമാണ് സാധാരണക്കാരാണ്. എൻ്റെ വീട് തൊട്ടടുത്ത് തൊടുപുഴയാണല്ലോ. തൊടുപുഴ. അപ്പോൾ ഈ മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ ഒരു നടനാകാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്. എല്ലാവർക്കും ഓരോ രീതിയിൽ സ്ട്രഗിൾ ഉണ്ടാവും. അതുപോലെ ഉണ്ട്. സിനിമയാണല്ലോ, അങ്ങനെ പെട്ടെന്ന് കിട്ടുമോയെന്ന് അറിയില്ല. അതിപ്പോൾ എൻ്റെ ഫസ്റ്റ് സിനിമ ഞാൻ അഭിനയിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ അറിഞ്ഞത്. ഞാൻ വീട്ടിൽ പറയാണ്ട് പോയിട്ടാണ് ചെയ്തത്. കാരണം ഞാനേതോ എൻ്റെ ചെറുപ്പത്തിലാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ആസിഫിക്ക വരുന്നത്, തൊടുപുഴയെന്ന് കാക്കറിയാലോ. അപ്പോൾ അന്ന് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ട് ഇതുപോലൊരു ഞാൻ വായിച്ചു ഇൻ്റർവ്യൂവിൽ എന്താ കണ്ടു, ഇതുപോലെ വീട്ടിൽ പറയാണ്ടാണ് ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഓക്കെ ആദ്യത്തെ സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കണം. അപ്പോൾ ആദ്യത്തെ സിനിമ ഇതുപോലെ വീട്ടിൽ പറയാണ്ട് പോയി ചെയ്യണം, അതിൻ്റെ ഒരു കിക്ക് എന്താണെന്ന് അറിയണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ 1-2 കള്ളങ്ങളൊക്കെ പറഞ്ഞ് മാറിയിരുന്നു. ഓസ്ലറായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ മാറിയിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ട്രെയിലറൊക്കെ ഇറങ്ങാറായപ്പോഴത്തേക്കാണ് വീട്ടിൽ അറിയണം. അപ്പം ഇത് വേറെ ഒന്നുമില്ല, അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൻ്റെ ആൾക്കാരൊന്നുമല്ല അവർ. സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ ചോദിച്ചൊന്നുമില്ല. അവർ സിനിമയിൽ അഭിനയിച്ചെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു മൊത്തം മൂടിയില്ല. പറഞ്ഞു അങ്ങനെ എടുക്കുമെന്നറിയില്ലല്ലോ. പറഞ്ഞു ഉമ്മ എൻ്റെ ഉമ്മ ഒരാഴ്ച മിണ്ടിയില്ല. കാരണം ഒരു കാര്യമൊക്കെ ചെയ്യാൻ പോയിട്ട് നീ പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ ഒരാഴ്ച കൊണ്ട് പിന്നെ ഞാൻ പോയി സംസാരിച്ച് ഓക്കെ ആക്കി ഉമ്മാനെ. വേറെ എതിർപ്പുകളൊന്നുമില്ല. പിന്നെ അവരുടെ അടുത്ത് ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്താ അടുത്ത പരിപാടി എന്താണ്? ഉമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല വന്നിട്ടല്ലേ ഉള്ളൂ, എന്തെങ്കിലും പരിപാടി സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഉമ്മക്ക് അത് പറയാതെ ഒരു വിഷമം. ഇത്രയും കള്ളം പറഞ്ഞാൽ മാറിയുന്നത് അതിൻ്റെ ദേഷ്യമായിരുന്നു കാണിച്ചത്. പക്ഷെ ഇവിടം വരെ എത്തിയില്ലേ? ഇപ്പം ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. വീട്ടുകാരും
കുടുംബക്കാരൊക്കെ ഹാപ്പിയാണോ? എല്ലാവരും ഹാപ്പിയാണ്. നമ്മുടെ ഏരിയ അങ്ങനെയായിട്ട് ചോദിക്കുന്നത്, ഒരു മൂവാറ്റുപുഴ എന്നൊക്കെ വന്ന് സിനിമയിലേക്ക് എത്തുകയെന്ന് വെച്ചാൽ നമ്മളൊരു റിസ്ക് ആണ്. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലുപോലെ വേറൊരു അവസരം വരെ കിട്ടാനില്ലാന്നേ. ഇപ്പൊ നമ്മൾ പോകുമ്പോൾ പഠിച്ച കോളേജിന്റെ ഫ്രണ്ടിൽ നമ്മൾ പോകുന്നു അല്ലെ, ഇലാഹിന്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ കാണാം, പഠിച്ച സ്കൂള് കാണാം, അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓരോ സിനിമയ്ക്ക് എത്തുന്നുള്ളത് നമ്മൾ വേറൊരു സിനിമയിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്യാരക്ടർ, നമ്മൾ പല സിനിമകൾ കണ്ടാണ് വളരുന്നത്. ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്യാമ്പസ് എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി ക്യാമ്പസ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് മറക്കാൻ പറ്റാത്ത എത്രയോ സിനിമകളുണ്ടല്ലേ? ആ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമയിൽ? ഇതിൽ നമ്മൾ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ അലിക പറഞ്ഞ പോലെ തന്നെ പേരൻസിനും കൂടി വന്നിരുന്ന് കണ്ടാൽ അവർക്കും കൂടി ശരിക്കും കണക്ട് ആവുന്നൊരു സിനിമയാണിത്. ഇതിൽ ആ ഒരു പരിപാടി ഉണ്ട് അല്ലേ? ശരിക്കും ഫാമിലി ആയിട്ട് വന്നിരുന്ന് കണ്ട സിനിമ, ഒരു യൂത്തിന് മാത്രം സിനിമയല്ല. അത് തന്നെയാണ് മെയിനായിട്ട്. മനോഹരം കൊണ്ടുപോയ സിനിമയ്ക്ക് ഫസ്റ്റിലെ ഉറപ്പായിട്ടും വനിതയിൽ കാണുമല്ലോ അല്ലേ? അവർ മനിതയിലേക്ക് വരുവാണെങ്കിൽ കൊണ്ടുവരണം. ഞാൻ വിളിച്ചാൽ വരുമെന്ന് എനിക്കറിയില്ല. അറിയില്ല. അവര് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാനുള്ള എല്ലാവരും കൂടെ കൊണ്ടുവരണം. ഉമ്മ എല്ലാം ഇവിടെ വന്ന് സിനിമ കണ്ടേ. അപ്പൊ അവര് ഈ സിനിമ അതെന്ന് പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഉള്ള ആൾക്കാരൊന്നും അല്ല അവര്. നീ അതാണോ നിനക്ക് ഇഷ്ടമാണോ അതോ നീ അത് പോകും, അല്ലാതെ അത് നീ ചെയ്യണ്ട, ഇത് ഫോഴ്സ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി അതൊന്നുമില്ല. എനിക്ക് ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ്. അവിടെ നിന്ന് പിന്നെ വരുമ്പോ അമ്മായിമാരെ കുറച്ച് അയ്യോ അമ്മായിമാരെ കുറച്ച് മോഡേണാണ്. ഇത് ഇന്റർവ്യൂ ഇവര് ഇന്ത്യന്ന് ഓർത്തില്ല, അല്ലാതെ നമ്മുടെ ഒരു കഴിവ് നമ്മളിങ്ങനെ അല്ലെങ്കിൽ അവരൊക്കെ ഭയങ്കര എന്താ പറയാ റിലീജിയസ്ലി ഭയങ്കര എന്താ പറയാ സിനിമ എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇതായിട്ട് കാണുന്ന ആൾക്കാരാന്ന് ഉദ്ദേശിച്ചുള്ളത്. മറ്റപ്പനാൽ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അല്ല, ഞാൻ ഇപ്പോഴേ തലമുറക്ക് ഇവന്റെ വീട്ടിലേക്ക് എത്തി. എന്റെ അയൽവാസികളൊക്കെ ഉണ്ട്, എന്റെ ബന്ധുക്കാരൊക്കെ ഉണ്ട്. അല്ലെ, വീട് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാര്. ഈ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അങ്ങനെ സമ്മതിക്കണ്ടേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലഘട്ടമൊക്കെ ഇപ്പൊ മാറിയോ? പക്ഷെ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാര്, മാറി പക്ഷെ ഉണ്ട്. ഈ സിനിമ കണ്ടു കഴിയുമ്പോ അതെല്ലാം മാറട്ടെ. അമ്മായിമാരൊന്നും കൂടെ അല്ല, അവരൊക്കെ ഭയങ്കര കുഴപ്പമില്ല, അവരൊക്കെ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാ. അപ്പൊ സിനിമ എന്നൊക്കെ പറയുമ്പോ അവർക്കൊരു പഴയ ആൾക്കാരല്ല അവരൊക്കെ. പഴയ ആൾക്കാര് ഇവരുടെ, ഞാൻ എന്റെ കുടുംബത്തിന്റെ ഞാൻ ഇനി പറയട്ടെ, ഭയങ്കര തട്ടമിട്ട് മക്കനയിട്ട് പർദ്ദയിട്ട് നടക്കുന്ന കുടുംബമല്ലേ. അതെ, പറഞ്ഞൊക്കെ ഞാൻ അറിയാവുന്നോണ്ട് പറഞ്ഞു. എനിക്ക് വീട്ടിൽ എല്ലാവരും അങ്ങനെയാണ്, പക്ഷെ ഒന്നിനും എതിരല്ല. അങ്ങനെ എനിക്കും തോന്നിയിട്ടില്ല ഓർത്തഡോക്സ് ഫാമിലി ഒന്നാണെന്ന്. അതെന്റെ വീട്ടില് ഇതാണ്. വീട്ടില് പാപ്പായും തന്നെ ഒന്നിനു വേണ്ടി ഫോഴ്സ് ചെയ്യാറില്ല. നീ അത് ചെയ്താൽ മതി, നീ ഇത് ചെയ്താൽ മതി, ഒന്നിനു വേണ്ടി ഫോഴ്സ് ചെയ്യാറില്ല. നിനക്ക് എന്താണ് ഇഷ്ടം നീ പോവാ, പിന്നെ എന്തെങ്കിലും രക്ഷപ്പെട്ടാൽ മതി അവർക്ക്. അതിലൂടെ എന്ത് ചെയ്താലും റോയൽ ഫുഡിന്റെ അവിടെ ഒക്കെ കാണും പാപ്പ. അതെ വൈകുന്നേരമൊക്കെ തൊഴിലുറക്കാരനെ ഞാനവിടെ ഒന്ന് ഇരിക്കാറുണ്ട്, അതുകൊണ്ടാണ് കാണാറുണ്ട്. എന്റെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും നല്ലൊരു കഥാപാത്രം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അത് ധൈര്യമായിട്ട് ഈ മകന്റെ അഭിനയം കണ്ട് അഭിമാനിക്കാം. അത്ര ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് അല്ലേ? ഇത് ഇവിടെ അമ്മ കൂടാണ് അല്ലേ? ഞങ്ങൾ ഏത് ലൊക്കേഷൻ പോയാലും അമ്മ കൂടെ ഉണ്ട്. ഏത് പ്രൊമോഷൻ ഇവിടെ ഡെർബിയുടെ ലൊക്കേഷനിലും ഫുൾ ടൈം അമ്മ ഉണ്ട്. ഇവര് പിള്ളേരെല്ലാവരുമായിട്ട് എന്നേക്കാ കമ്പനിയാണ് സത്യം പറഞ്ഞ അമ്മ. ഇവർക്ക് എന്നേക്കാ കാര്യം അമ്മ എപ്പോഴും ഉണ്ടാവും. ഷൂട്ടായിക്കോട്ടെ, എല്ലാ പരിപാടിക്കും അമ്മ എപ്പോഴും ഉണ്ടാവും. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഇത് പ്രശ്നമാണ്. അത് മൈക്കിരിക്കുന്ന അറിയുന്നില്ല. എന്റെ അടുത്ത് രഹസ്യം അതാണ് നമ്മൾ പ്രൊമോയിലുണ്ട്. മെയിൻ ഹെഡിങ്
അതൊന്നും വിഷയമല്ല. ഇതൊക്കെ ഇങ്ങനെയാണല്ലോ സംസാരിച്ചവർക്ക് ഇതൊക്കെയാ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് അല്ല, ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ ക്രിമിനോളജിയാണ് എടുത്തത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ചോദിക്കായിരുന്നു, അല്ല നിനക്ക് സിനിമയല്ല ഇഷ്ടം, ഇത് ആണെങ്കിൽ നിനക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയായിരുന്നു എൻ്റെ പാരൻസ്. എനിക്ക് ചെറുപ്പം മുതലേ സിനിമ തന്നെയായിരുന്നു എൻ്റെ. സിനിമയ്ക്ക് വേണ്ടി ആയിരുന്നു റീൽസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ റീൽസ് ആണെങ്കിലും കൂടുതൽ ഡാൻസ് കോണ്ടന്റ്സ് ആണ്. അൾട്ടിമേറ്റ് മോട്ടീവ് എപ്പോഴും സിനിമ തന്നെയാണ്. സിനിമയിൽ എത്തിപ്പെടണം എന്നുള്ളത് തന്നെയായിരുന്നു എപ്പോഴും ഒരു മോട്ടീവ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് എന്നേക്കാൾ കൂടുതൽ എന്നെ പുഷ് ചെയ്തുകൊണ്ടിരുന്നതും എൻ്റെ പാരൻസ് ആണ്. അമ്മാവൻ വീട്ടിലുണ്ട്. പിന്നെ ആള് കുറച്ച് ബിസി ആയിപ്പോയി. ആൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണ പരിപാടികൾക്കൊക്കെ ആയി ക്രേസ്. അപ്പം ഇപ്പൊ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ നീറ്റിയാറ് കുറവാണ്. ഞാനിപ്പോ കൊച്ചിയിലാണ് താമസിക്കുന്നത്. മാമൻ നാട്ടിലാണുള്ളത്. അപ്പം ഞങ്ങൾ കാണൽ തന്നെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഒരു വീഡിയോ പ്ലാൻ ചെയ്ത് എടുക്കാനുള്ള സമയമൊന്നും ഇപ്പം കിട്ടാറില്ല. മാമനെ കാണുമ്പോഴെടുക്കണം. ഈ പറഞ്ഞ ഇതില് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു ഓണാഘോഷം, ഒരു ക്യാമ്പസിൽ ഓണാഘോഷം നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഒരേ ക്യാമ്പസിലും ഓരോ രീതിക്കായിരുന്നു ആഘോഷങ്ങൾ നടക്കുന്നത് അല്ലേ? ഇതില് നിങ്ങളിപ്പോൾ കോളേജിൽ പഠിച്ചവർക്ക് അറിയാം, കോളേജിൽ ഉണ്ടാകുന്ന ആഘോഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. യൂണിയൻ ആണെങ്കിൽ മറ്റ് യൂണിയനും നല്ലമുണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെ യൂണിയൻ ബേസ്ഡാണ്. പക്ഷെ ഇത്തരം ഒരു സിനിമകൾ ഈ പേരൻസിന് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരെന്തിനാണ് പോകുന്നത്, ഈ ക്യാമ്പസിൽ പോയിട്ട് എന്തൊക്കെ വിഷയം ഉണ്ടാവുമെന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ചില പേരൻസ്. പക്ഷേ ഈ സിനിമ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ പേരൻസ് അറിയണം നമ്മുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾ അവിടെ പോയിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ, അലമ്പാണോ, എല്ലാം കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഈ ക്യാമ്പസ് ചിത്രം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ ഫാമിലിയായിട്ട് കാണേണ്ട സിനിമയാണെന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ യാത്ര, നേരത്തെ പറഞ്ഞാൽ എനിക്ക് കോളേജിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല, എങ്കിലും എന്തെങ്കിലും നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകാം കോളേജിൽ. അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ക്യാമ്പസ്? എൻ്റെ കോളേജ് ലൈഫിൽ രസകരമായിട്ടുള്ള ഇതുണ്ടായിരുന്നു എന്ന്, അത് പോയിട്ട് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എൻ്റെ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സിനിമയ്ക്കാണേലും ഡാൻസിനാണേലും ഒന്നിനും പോകാൻ സപ്പോർട്ടും അല്ലായിരുന്നു. പിന്നെ ഞാൻ അധികം സോഷ്യലൈസ് ചെയ്യാൻ എനിക്ക് അങ്ങനെ ഒരു കംഫർട്ട് സോൺ എത്തിയാലേ ഞാൻ അങ്ങനെ സംസാരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഇവൻറ്റ്സുകൾ വരുമ്പോൾ ഞാൻ പോവാതിരിക്കുകയാണ് ചെയ്തിരുന്നത്. അതിലൊരു പാർട്ടാവണ്ടല്ലോ. ആ ഒരു അറ്റ്മോസ്ഫിയർ എന്നെ ഭയങ്കരമായിട്ട് സഫോക്കേറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ക്യാമ്പസിൽ നിന്ന് വന്ന ആൾക്കാണ് ഡെർബി കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ഞാൻ ഇതിൽ ഫ്രഷ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഓരോ ഇവൻറ്റ്സ് ആണെങ്കിലും അടിയാണെങ്കിലും എല്ലാം. ഇതൊന്നും എനിക്ക് ക്യാമ്പസിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇതൊക്കെയാണല്ലോ ക്യാമ്പസുകൾ ഉണ്ടായിരുന്നത്, ചിന്തിക്കാൻ പറ്റി. അതെ അതെ, എനിക്കത് കിട്ടിയിട്ടേ ഇല്ല. ഞാൻ ഇങ്ങനത്തെ ഇവൻറ്റ്സുകൾ വരുമ്പോൾ ഞാൻ പോവില്ല. എനിക്ക് വേണ്ട, എനിക്കിപ്പോൾ അവിടെ പോയിട്ട് വെറുതെ ഇതുണ്ടാവുന്ന വെച്ചിട്ട് അങ്ങനെ ഇരുന്നിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഡെർബിയിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം, ഇവരൊക്കെ ഞങ്ങളുടെ ജൂനിയേഴ്സായിട്ട് വരണതാണ്. ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഇയർ അങ്ങനെ ജോയിൻ ചെയ്യുന്നു. അവിടെ നിന്ന് അവസാനം തേർഡ് ഇയർ വരെയുള്ള കംപ്ലീറ്റ് ജേർണി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ത്രൂ ഔട്ട് അങ്ങനെ ഫ്രഷ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ് ഞാൻ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, ക്യാമ്പസിൽ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. ഈ ഡയറക്ടർ നമ്മുടെ എടുത്ത് ഒരു ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ ഡയറക്ടർ ഹാപ്പി ആണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയായിരിക്കും? പുള്ളിയുടെ ഫേസിലുണ്ടാവും ചിരി. പുള്ളി ചിരിക്കും. അപ്പൊ ഓക്കെ, മനസ്സിലാവും. പിന്നെ ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ, ഓക്കെ ആണോ എന്ന് ചോദിക്കാറുണ്ട്. ദേഷ്യപ്പെടാറ്? എന്റെ അടുത്ത് ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല. ഇവരുടെ അടുത്താണ് ദേഷ്യപ്പെട്ട മൊത്തം? ദേഷ്യപ്പെടാറുണ്ട്. ഇവിടെ നോക്കിയത് ഒരു സ്വാതന്ത്ര്യമുണ്ട് പുള്ളി. നിന്റെ മുഖത്തേക്കാണ് നോക്കിയത്, നോക്കിയത് അല്ല, ദേഷ്യപ്പെടാറുണ്ട്. നിന്റെ അടുത്ത് ഏറ്റവും ദേഷ്യം എന്നുള്ള രീതിക്കാണ് നോക്കിയത്. ഇല്ല, ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്, ഇത് ശരിയാവില്ല, അത് പിടിക്കണ്ട. കാരണം വലിയ ഏജ് ഡിഫറൻസ് ഇല്ലല്ലോ. പറയടാ, ഇത് ഭയങ്കര അലമ്പായിട്ടുണ്ട്, ഇത് ശരിയാവില്ല, അത് മാറ്റി പിടിക്കുക, എത്ര നേരമായി, അങ്ങനെയൊക്കെ ചോദിക്കുക. പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, പക്ഷെ ഓരോ സീനുകളും നമ്മുടെ രീതിക്ക് ചെയ്യാനുള്ള ദേഷ്യപ്പെടുന്നെന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ പറയും, അത്രേ ഉള്ളൂ. വേറെ പുള്ളി ഭയങ്കര ക്യൂട്ടാണ്, പുള്ളി ഭയങ്കര ക്യൂട്ടാണ്. അതേപോലെ തന്നെ സ്വഭാവം. ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോയതല്ലേ? ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് പല സിനിമകളും. ഇതിലേക്ക് എത്തിക്കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഡയറക്ടർ ഇങ്ങനെ ഒരു പയ്യൻ തന്നെയാണ്, നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ കുറെ ഏജ് ആണെന്ന് പറയുന്നത്. ആ ഒരു ബാലൻസ് എങ്ങനെയാണ്? നമ്മൾ വേറെ ഡയറക്ടർമാരുടെ അടുത്ത് പോയി അഭിനയിച്ചിട്ടുണ്ട്, ഇവിടെ വരുമ്പോൾ ഒരു ബാലൻസ് എങ്ങനെയാണ്? ഈ ഏജ് ഡിഫറൻസ് തന്നെയാണ് കുറച്ചും കൂടി ഫ്രീ ആക്കാൻ തോന്നിയിട്ടുള്ളത്. നമുക്ക് പറയും അച്ഛൻ വന്നിട്ട് അടങ്ങനെയാണ് ഇത് മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഇട്ടോ, അത് എനിക്ക് തോന്നില്ല. ഇപ്പം ഞാൻ റഹ്മാൻക്കടെ അടുത്തായാലും അല്ലെങ്കിൽ വേറെ ഇപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇതുപോലെ ഇടപഴകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. അവരൊക്കെ ഇന്നത് പറയാ,
ഞാൻ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രിയൻ സാറൊക്കെ വന്നിട്ട് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും. കറക്റ്റ് അത് കാണിച്ചു കൊടുത്താൽ മതി, ഓക്കെയാണ്. അവിടെ പിന്നെ വേറെ ഇതൊന്നുമില്ല, അത് കറക്റ്റ് പ്രൊഫഷണൽ പരിപാടിയിൽ പോകും. ഇത് കുറച്ചും കൂടി നമുക്ക് ചില്ലാണ് എന്നുള്ളൊരു ഇതായിരിക്കും സജീവമായിട്ടുള്ളതിൽ. ഇപ്പം എത്ര സിനിമയായി? 12 സിനിമയല്ലേ? ഏറ്റവും കൂടുതൽ സീനിയർ സിനിമയിൽ അല്ലേ? ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സീനിയർ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? നമ്മളൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകാറുണ്ട് സിനിമ കണ്ടു കഴിയുമ്പോൾ? എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അങ്ങനെയൊന്നും അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. കുറച്ച് എനിക്ക് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. ഇതുവരെയുള്ളവരും നമ്മൾ വന്ന് ഇപ്പം ജിങ്കാനയിലായാലും ജിങ്കാന കിട്ടിയത് എനിക്ക് അങ്ങനെയാ. ഇപ്പം റഹ്മാൻകയുടെ പടം കണ്ട് അല്ലെങ്കിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറുടെ വിളിയായിരുന്നു അത്. പക്ഷെ ആ സിനിമയുടെ അഭിനയിച്ചു വെച്ചാൽ ആ സിനിമയായാലും ഏറ്റവും വലുതെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് ഇതിന്റെ സിനിമയിൽ. അല്ലേ? അതെ അതെ, എനിക്കും കുറച്ചും കൂടിയും ഒരു പരിപാടി കിട്ടിയതും അല്ലെങ്കിൽ എന്താ ക്യാരക്ടർ വൈസ് ആയാലും ഒരു സാധനമൊക്കെ ഉണ്ടായത് എനിക്ക് ആ പടമായിരുന്നു. പിന്നെ എനിക്ക് പറഞ്ഞ് തണ്ണിമത്തനും എനിക്കിഷ്ടമാണ്. തണ്ണിമത്തനും എനിക്ക് കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ജിങ്കാന ഡബിൾ ഹാപ്പിയാണ്. ജിങ്കാനയാണ് എനിക്ക് ഓരോ സിനിമയെന്ന് പറഞ്ഞു ഇനി ഇതായിരിക്കണം പ്രേക്ഷകർ അല്ലേ? അതെ, ഇപ്പൊ ഡർബി പറഞ്ഞോണം അതുപോലത്തെ ഒരു പരിപാടികളൊക്കെ ഉണ്ട് ഇതില്. ചേട്ടൻ കണ്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പിടിച്ചിട്ടില്ല അതാണെന്നും. അത് വേറൊരു ഭീകര പരിപാടി. അപ്പൊ സജിലന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോ അടിക്കതൊക്കെ വർക്കാവോ ഞാൻ ഇങ്ങനെ വച്ചാലെടുത്ത് എറിയും പറഞ്ഞോണ്ടിരുന്നു ഞാൻ. കാരണം ഞാൻ എന്നെ പോലെ ഒരാളെ ഞാൻ ചെയ്തിട്ടുമില്ല. അപ്പൊ എനിക്കത് ചെയ്യുമ്പോണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ആദ്യമായിട്ട് നമ്മൾ ആ സാധനമൊക്കെ ചെയ്യുമ്പോ. പക്ഷെ അത് വർക്കാണ് എന്ന് പറയുന്നു. കണ്ടില്ലേ അവിടെ ഉള്ള ഡബ്ബിങ്ങിന്റെ ആൾക്കാരും വർക്കാണ് പറഞ്ഞായിരുന്നു. കാരണം അവര് പറയുന്നുണ്ട് ഇങ്ങനെ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. അതിലൊരു സജിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നീ പറഞ്ഞായിരുന്നു അതിന്. എനിക്ക് ഫസ്റ്റ് ഡേ ഷൂട്ടിന് ചെല്ലുമ്പോ എനിക്ക് ഫസ്റ്റ് ഒരു ഷോട്ട് വെച്ചാൽ എന്ത് ഭയങ്കര കിട്ടില്ല പരിപാടിയായിരുന്നു. അത് ഞാൻ കണ്ടു കഴിയുമ്പോൾ ഞാൻ സജിനോട് ഓക്കെ എനിക്ക് ഞാൻ ഇങ്ങനെ ഉമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടുന്നാകലേന്ന്. അത്ര അടിപൊളിയായിരുന്നു. അങ്ങനത്തെ ഒരു വൈബുണ്ട് മച്ചാനായിട്ട്. എന്തായാലും പൊളിക്കട്ടെ. അതെ അതെ അതെ. ഇനിയിപ്പം എനിക്കിനി ജിങ്കാനയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇനി നേരെ ടെർബിയിലേക്ക് എനിക്ക് പോട്ടെ. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ സിനിമയിൽ മാറി മാറി ചില കഥാപാത്രം അങ്ങനെ നിൽക്കും. കഥാപാത്രം എത്ര വലിയ സിനിമ ചെയ്താലും ആ പേരിൽ നിന്ന് മാറില്ല, കഥാപാത്രത്തിന്റെ പേരിൽ നിന്ന് മാറില്ല. എനിക്ക് ഇത്ര നാള് ലിൻഡപ്പൻ എന്ന് വിളിച്ചോണ്ടിരുന്നു തണ്ണിമത്തല്ലേ. ഇപ്പൊ ചെറുതെന്ന് വിളിച്ചോണ്ടിരിക്കുന്നത് ഇതിൽ വന്നപ്പോ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഇപ്പൊ പറഞ്ഞ പോലത്തെ പരിപാടി മാറി വരട്ടെ ഞാൻ ചിന്തിക്കുന്നു. ഒന്നിൽ നിൽക്കണ്ടല്ലോ. ഇതിപ്പോ കൊറേ നാള് നിന്നു. അതെ 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 ഇനിയുണ്ട് കൊറേ നാള് എന്ന പേരാണ്. അതെ അതെ, ഒരേ എക്സ്പീരിയൻസ് ആണല്ലോ. അതെ 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 അതെ. അപ്പം ഒരു യാത്ര, ഒരു ക്യാമ്പസ് സിനിമയുടെ യാത്ര വളരെ എക്സ്പീരിയൻസ് ആയിട്ട് നിറവേറ്റിയിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ ഗ്യാങ്ങിൽ അവൻ ഇടയ്ക്ക് ചോദിച്ചത് പ്രശ്നമാവുമെന്ന് ചോദിച്ചാൽ പ്രശ്നമാവില്ല എന്ന് ഇന്ന് മൊത്തത്തിൽ ക്ലാസ് കൊടുക്കണം. നീ ഇത് ഓണർ വന്നു വരെ വേണ്ടി ടെൻഷനായി അല്ലേ? ഈ ധൈര്യമായിട്ട് തന്നെ അമ്മായിമാരൊന്നും ഒന്നും ഇതിനെ പറയണ്ടല്ലോ. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് പേടിക്കണ്ട. എന്നെ അവർക്കറിയാം എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബക്കാർക്ക്. അതുകൊണ്ട് കുടുംബക്കാര് ഇതിലും കൂടുതൽ ചോദിക്കാൻ ധൈര്യമായിട്ടിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു സിനിമയായി മാറട്ടെ. ഈ സിനിമ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്ന സിനിമയാണ്. 26-ൽ നിങ്ങളുടെയൊക്കെ സ്വപ്നം ഫലം കാണട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ സിനിമയുടെ യാത്രയിൽ കൂടെ ഉണ്ട്. നല്ല സിനിമ, ധൈര്യമായിട്ടും ടിക്കറ്റ് എടുത്ത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രിയമുള്ളതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് സിനിമയെക്കുറിച്ച് ഒത്തിരി ചോദിക്കാൻ പറ്റില്ല. സിനിമ റിലീസായിരുന്നു. റിലീസ് കഴിഞ്ഞാൽ ഇവരുമായിട്ട് ഇന്റർവ്യൂ എടുത്താൽ ഒത്തിരി കൗതുകങ്ങളും ഒത്തിരി കാര്യങ്ങളും ചോദിക്കാൻ എനിക്ക് പറ്റുകയും ചെയ്യും. പക്ഷെ എനിക്കിപ്പോൾ ചോദിക്കാൻ പറ്റില്ല. ഒത്തിരി സന്തോഷം കേട്ടോ. സൂപ്പറാകട്ടെ. അമ്മായിമാരും മൂവാറ്റുപുഴ കിഴക്കേക്കരയിൽ നിന്നും വീണ്ടും സിനിമയിലേക്ക് അഭിനയിക്കുകയാണ്. ഈ സിനിമയായിരിക്കും കിഴക്കേക്കരക്കാരെ ഏറ്റെടുക്കാൻ പോകുന്നത്. അങ്ങനെ ആവട്ടെ. മൂവാറ്റുപുഴ കിഴക്കേക്കരക്കാരെ എല്ലാവരും സിനിമ കാണുന്നവരാണോ? എന്ത് സംശയം? അല്ല, ഒരു സംശയമില്ല. എല്ലാ പടങ്ങളും ഞങ്ങള് കൂട്ടുകാരൊക്കെ ആയിട്ട് അല്ല, എന്റെ ആദ്യത്തെ സിനിമ ഇറങ്ങിയപ്പോ എന്റെ ആദ്യത്തെ സിനിമ ഹോസ്റ്റലിൽ ഇറങ്ങിയ സമയത്ത് 10-18 വർഷമായിട്ട് തിയേറ്ററിൽ പോകാത്ത ആൾക്കാരൊക്കെ വൈകുന്നേരം കട നേരത്തെ അടച്ച്
ഒക്കെ പോയി അവിടെ സിനിമ കണ്ടിട്ടുണ്ട്. പോയി അവിടുത്തെ എല്ലാവരും അത് പണ്ട് ഒരു സിനിമ കണ്ടോണ്ടിരുന്ന, പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമകളൊക്കെ നിർത്തി. പിന്നെ ഇപ്പം ഞാൻ അവിടെ നിന്ന് അഭിനയിക്കാൻ പോയി, ഇങ്ങനെ പടം എൻ്റെ ഇറങ്ങുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് അവർ അവിടെ ഒരു ആൾക്കാരുടെ കുറ്റം പറയാൻ വന്നപ്പോ അതിന് വേണ്ടിട്ട് അങ്ങനെ അങ്ങനെ ചില ആൾക്കാർ കയറിയിട്ടുണ്ട്. അതുപോലെ നീ കുറ്റം അങ്ങനെയും കയറിയിട്ടുണ്ട് കേട്ടോ. അല്ലേ? ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നൊക്കെ പിള്ളേർ വരുമല്ലോ. ഉറപ്പായിട്ടും വരും. നമ്മുടെ നേരമുള്ള ഉറപ്പായിട്ടും വരും. ബിസ്മിയുടെ കരുണ ഗ്രൗണ്ടിൽ, കരുണ സ്റ്റേഡിയത്തിൽ ഫുട്ബോളിലോ ഞാൻ ഉണ്ടായിരുന്നു. അല്ലേ? കളിക്കാൻ ഫുള്ള് പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് ഞാൻ മാറ്റണം. വീട്ടിലെ ഫ്രണ്ടിൽ ഇപ്പൊ കിടക്കുന്ന കാർ വരെ അറിയാം. പ്രഷർ റൂമിലേക്ക് ഡെർബി എത്തി കാണാം. സൂപ്പർ സിനിമയായിരിക്കും. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ ഇവരെ തന്നെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ നല്ലത് എഴുതുക, മോശമാണെങ്കിൽ ഇവരെ വിളിച്ച് പറയുക. ഒത്തിരി സന്തോഷം. താങ്ക് യു.